നിലവിൽ പാസാക്കിയ നിയമപ്രകാരം കേന്ദ്രത്തിന് മാത്രമേ ആ നിയമത്തിന്റെ ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയുള്ള ചരക്കുകളിലും സേവനങ്ങളിലും സെസ് ചുമത്താൻ അധികാരമുള്ളൂ. സി. ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. മറിച്ച് സാഹചര്യം വരുന്ന ഘട്ടത്തിൽ ആലോചിച്ച് തീരുമാനം കൈക്കൊള്ളുന്നതാണ്. ശ്രീ അൻവർ സാദർ. സാർ, DGPനെ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചോദിക്കൂല. DGPനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ചോദ്യം ചോദിക്കുന്നത് സാർ അല്ല, അവിടുത്തെ ചോദിച്ചാണ് പറയാണ്. സാർ, GST നടപ്പിലാക്കുന്നതിന് മുമ്പായി സംസ്ഥാനത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം നൽകാനും എന്ന് പരീക്ഷ നടത്തുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. ഉദ്യോഗസ്ഥർക്കും പരിശീലനവും പരീക്ഷയും നടത്തിയോ? എത്ര പേർ പാസ്സായി എന്നാണ് സാർ അറിയാം? സാർ, പരീക്ഷയില്ല, പക്ഷെ പരിശീലനമുണ്ട്. അപ്പോൾ ഒരു വട്ടം പരിശീലനം നടന്നു കഴിഞ്ഞു. അതിന് മാസ്റ്റർ ട്രെയിനേഴ്സ് ഉണ്ട്. ഇനിയും ഈ പരിശീലനം തുടർന്നുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ നിയമം പാസ്സാകാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആ നിയമമുണ്ട്, പിന്നെ റൂൾസ് ഉണ്ട്, അതെല്ലാം പഠിപ്പിക്കേണ്ടതുണ്ട്. ഈ പരീക്ഷ എന്ന് പറയുന്നതേ ഈ നിയമം എല്ലാവരും ഒന്ന് വായിക്കണം ഉദ്യോഗസ്ഥന്മാർ. അതുകൊണ്ട് ഇനി മുതലുള്ള ഓരോ ആഴ്ചയും ഓരോ അധ്യായത്തിൻ്റെത് ഓൺലൈനായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടാവും. എല്ലാ ഉദ്യോഗസ്ഥരും ഫില്ല് ചെയ്യണം. പുസ്തകം നോക്കി ഫില്ല് ചെയ്താൽ മതി. പക്ഷെ അതുവഴി എല്ലാവരും നിയമം വായിച്ചു എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. അതാണ് ഈ പരീക്ഷ എന്ന് പറഞ്ഞത്. പരീക്ഷയൊന്നുമില്ല. സർ, അടുത്ത ജൂലൈ മാസത്തിൽ GST നടപ്പിലാക്കുമ്പോൾ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് അടുത്ത 5 വർഷത്തേക്ക് നികുതി ഇനത്തിൽ എത്ര കോടി രൂപ നഷ്ടമുണ്ടാകുമെന്ന് സർക്കാർ കണക്കാക്കിയിട്ടുണ്ടോ? ഇതിൽ എത്ര കോടി രൂപ കേന്ദ്രം നഷ്ടപരിഹാരമായി സംസ്ഥാനത്ത് നൽകുമെന്ന് അറിയിക്കാമോ? നമുക്കിപ്പോൾ ഊഹിക്കാനേ പറ്റൂ. മതിപ്പ് കണക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ കേരള സംസ്ഥാനം നഷ്ടത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, വരുമാനം എത്ര കൂടുന്നതിനെ കുറിച്ചുള്ളതാണ്. എൻ്റെ ഒരു മനക്കണക്ക്, നമ്മൾ GST നടപ്പാവുന്ന ആദ്യത്തെ ഫുൾ വർഷത്തിൽ നമുക്ക് ചുരുങ്ങിയതൊരു 3000 കോടി രൂപയെങ്കിലും അധിക വരുമാനമായിട്ട് വരണമെന്നുള്ളതാണ്. കാരണം ഇന്ന് നമുക്ക് എൻട്രി ടാക്സ് ഇല്ല. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ചരക്കുകൾ ആർക്ക് വേണമെങ്കിലും സ്വന്തം ഉപയോഗത്തിനെന്ന് പറഞ്ഞ് കൊണ്ടുവരാം. ഇപ്പോൾ കേരളത്തിൽ പറയുന്ന മാളുകൾ, ഹോസ്പിറ്റലുകൾ ഒരാളും നികുതി തരുന്നില്ല, സ്വന്തം ഉപയോഗത്തിന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇനിമേൽ അവിടെ നികുതി കൊടുത്ത് കൊണ്ടുവരുമ്പോഴും ആ നികുതി നമുക്ക് ഇവിടെ കിട്ടും. അതുകൊണ്ട് നമ്മുടെ വരുമാനം ഗണ്യമായിട്ട് കൂടാനാണ് പോകുന്നത്. പക്ഷെ ആദ്യ വർഷം എന്ന നിലയിൽ ഇനിയിപ്പോൾ എല്ലാം സെറ്റായി വരുന്നതിന് താമസം എടുത്തേക്കാം. അപ്പോൾ വല്ല പ്രയാസം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. പക്ഷേ നികുതി വകുപ്പ് പരിശ്രമിക്കുന്നത് ആദ്യ വർഷം തന്നെ നമുക്ക് കോമ്പൻസേഷൻ വേണ്ട, നികുതി പിരിക്കാമെന്ന് തന്നെയാണ്. ശ്രീ ഷാഫി പറമ്പിൽ. സർ, ഈ ഓയിൽ കമ്പനികളുടെ സെല്ലിംഗ് പ്രൈസ് 1 ലിറ്ററിന് 29 രൂപയാണ്. 30 രൂപയിൽ താഴെയാണ് നിൽക്കുന്നത്. ഈ 30 രൂപയിൽ താഴെ നിൽക്കുന്നതിന് 40 രൂപയിലധികം 48ഓളം രൂപ ടാക്സ് കേന്ദ്ര സർക്കാർ ചുമത്തുക. 165% ടാക്സ് ആണ് ഈ പുതിയ കേന്ദ്ര സർക്കാർ രാജ്യത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. അങ്ങ് മറുപടിയിൽ പറഞ്ഞു സെസ് തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട്, ഇനി മറിച്ചൊരു തീരുമാനം വരികയാണെങ്കിൽ, അപ്പൊ അത് നമ്മൾ ഭയപ്പെടുന്നുണ്ടോ? മറിച്ചൊരു തീരുമാനം വരികയാണെങ്കിൽ ഇത്രയും വലിയ ടാക്സ് അവർ ഇമ്പോസ് ചെയ്യുന്നതിന്റെ പുറമെ സെസ്സും കൂടെ അവർ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും എന്നുള്ളത് സാർ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടോ? സാർ, ചോദ്യത്തിൽ എൻ്റെ മർമ്മം അതാണ്. ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ GSTയിലേക്ക് നമ്മുടെ വിൽപ്പന നികുതി പെട്രോളിയം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡീഷണൽ സെയിൽ ടാക്സോ സെസ്സോ ഒന്നും പിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കിഫ്ബിയുടെ ഒരു വരുമാനമായിട്ട് വെച്ചിരിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേലെ സെസ്സാണ്. അപ്പോൾ അത് പ്രശ്നമുണ്ടാക്കോ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മെമ്പറുടെ ചോദ്യം. സർ, ഞാൻ നിയമസഭയിൽ ബഡ്ജറ്റിന് മറുപടി പറയെ കൃത്യമായിട്ട് കണക്ക് വെക്കുകയുണ്ടായി. 50,000 കോടി രൂപയാണ് ഈ അടുത്ത 5 വർഷം നമ്മൾ ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള തുകകൾ അത് 20-30 ആവുമ്പോഴേക്കും തിരിച്ചു നൽകണം. 1 ലക്ഷം കോടി രൂപ തിരിച്ചു കൊടുക്കേണ്ടി വരും. 1 ലക്ഷം കോടി രൂപ തന്നെ പെട്രോളിയം സെസ്സുമായിട്ടും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾസ് ടാക്സിന് വിഹിതമായിട്ടും കിട്ടും. അപ്പോൾ അതിലൊരു ഗണം പോയല്ലോ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത്. ഇനി അങ്ങനെ പോയാലും മൊത്തം 1 ലക്ഷം കോടി രൂപ വരുമാനം പ്രതീക്ഷിക്കുന്നതിൻ്റെ 15% വരത്തുള്ളൂ. അത് തന്നെ നമുക്ക് GST കിട്ടുമല്ലോ ഇത് പോയി കഴിഞ്ഞാലും, അതിന് വിഹിതം മാറ്റിവെക്കാം. പക്ഷേ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോ ഇതിൻ്റെ മേലുള്ള നികുതി 5 വർഷം കഴിഞ്ഞാൽ വേണ്ടെന്ന് വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 75% വോട്ട് കിട്ടിയാൽ അങ്ങനെ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. കാരണം കേന്ദ്ര സർക്കാരിന് 2.5 ലക്ഷം കോടി രൂപയാണ്
പെട്രോളിയത്തിൻ്റെ മേലിൽ നിന്ന് നികുതി കിട്ടുന്നത്. ഈ പറഞ്ഞ പോലെ ഉയർന്ന നികുതി നിരക്കുമുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ഏതാണ്ട് 2 ലക്ഷം കോടി രൂപ കിട്ടുന്നത്. അതുകൊണ്ട് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ സംഭവവികാസം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശ്രീ കെ മുരളീധരൻ. സാർ, ഈ GST നടപ്പാക്കുമ്പോൾ അത് 3 കാറ്റഗറി ആയിട്ടാണ്. ഒന്ന് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, സെക്കൻഡ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, 3 ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ അതിൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സെൻട്രൽ ഇതിൽ വരികയാണെങ്കിൽ നാളെ കേന്ദ്ര ഗവൺമെൻറ് മറിച്ചൊരു തീരുമാനം എടുത്താൽ അത് നമ്മുടെ വരുമാനത്തിനെ കാര്യമായിട്ട് ബാധിക്കും. നമ്മളിപ്പോൾ GSTയിൽ ചേരാൻ തീരുമാനിച്ചത് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ അങ്ങയുടെ എൻ്റെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനെതിരാണെങ്കിലും സംസ്ഥാനങ്ങളുടെ വരുമാനം നോക്കിയിട്ടാണ് 2 പാർട്ടിയിൽപ്പെട്ട ഗവൺമെൻറ്റുകൾ ഇതിൽ പങ്കുചേർന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വരുമാനം ഇല്ലെങ്കിൽ ഇത് നമുക്ക് ദോഷകരമായി ബാധിക്കുമോ, അത് നമ്മുടെ കിഫ്ബിയിലുള്ള നമ്മുടെ വരുമാനത്തിന് എങ്ങനെ ബാധിക്കുമെന്ന് മുൻകൂട്ടി ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും കൂടി ഏർപ്പെടുത്തുന്ന നികുതി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് വിൽക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേൽ ഏതാണ്ട് 80% നികുതി വരുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ. GSTയിൽ 28% നികുതിയെ പരമാവധി ഇപ്പോൾ സ്ട്രക്ചറിനുള്ളിൽ പറ്റത്തുള്ളൂ. ഹയസ്റ്റ് ലാബ് 28%. അപ്പോൾ ഇന്നുള്ള നികുതി വരുമാനം പാതിയാവാൻ സമ്മതിച്ചാൽ മാത്രമേ ഇതിലേക്ക് പോകത്തുള്ളൂ. അതുകൊണ്ട് കേന്ദ്രത്തിനും താല്പര്യം, അവർക്ക് 2 ലക്ഷം കോടിയാണ്, നമ്മളെക്കാൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ കരുതുന്നത് ഇത് വരില്ല. അല്ലെങ്കിൽ അത്രക്ക് ഭയങ്കരമായിട്ട് GST വരുമാനം വർദ്ധിക്കണം. അപ്പം അതുകൊണ്ട് അത് അങ്ങനെ ഒന്ന് വരും എന്ന് ഞാൻ കരുതുന്നില്ല പെട്ടെന്ന്. അല്ലെങ്കിൽ മൊത്തം മാക്രോ എക്കണോമിക് വലിയ കോർപ്പറേറ്റ് സമ്മർദ്ദങ്ങളും ഇൻ്റർനാഷണൽ സമ്മർദ്ദങ്ങളുടെയും എല്ലാം ഫലമായിട്ട് വരത്തുള്ളൂ. അങ്ങനെ വന്നാൽ തന്നെ നമ്മുടെ കിഫ്ബിയുടെ മൊത്തം വരുമാനത്തിൻ്റെ 15% പ്രതികൂലമായിട്ട് ബാധിക്കാൻ പോകുന്നുള്ളൂ. അത് സർ, നമ്മളിപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ നിലവിൽ കിഫ്ബിയിലേക്ക് 3227 കോടി രൂപ ബഡ്ജറ്റിൽ നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വകയിരുത്തിയിൽ മിച്ചം വന്നത് കിഫ്ബിക്ക് മാറ്റിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു വരുമാനമായിട്ട് നമ്മൾ നിയമത്തിൽ വ്യവസ്ഥയിട്ടില്ല. സർക്കാരിന് ഗ്രാൻഡ് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് കിഫ്ബിയിലേക്ക് പണം നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നമാവില്ല. ശ്രീ എൽദോസ് കുന്നപ്പള്ളി ഓതറൈസ് പ്രകാരം ശ്രീ KC ജോസഫ്. അങ്ങ് പറഞ്ഞ പോലെ ഈ നമ്മൾ പാസ്സാക്കിയ നിയമം അനുസരിച്ച് തന്നെ കിഫ്ബിയുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം മോട്ടോർ വാഹന നികുതിയും പിന്നെ സെസ്സാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഈ 15% ഈ പിന്നെ പെട്രോളിയം സെസ് വരുന്നു പറഞ്ഞു. എത്ര എമൗണ്ട് ആയിരിക്കും? അതിനാവശ്യമായ മാറ്റം വരുത്തി നിയമം ഭേദഗതി ഉദ്ദേശിക്കുന്നുണ്ടോ? വരെ 14,000 കോടി രൂപയാണ് ഈ പെട്രോളിയം സെസ്സിൽ നിന്ന് കിഫ്ബിക്ക് ലഭിക്കുമെന്ന് കണക്കാക്കിയിട്ടുള്ളത്, എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നിയമ ഭേദഗതിയുടെ ആവശ്യമില്ല. ഇപ്പം തന്നെ നിയമത്തിൽ സർക്കാർ നൽകുന്ന മറ്റ് ഗ്രാൻറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പറഞ്ഞ 3200 കൊടുത്തത്. അതിന് പുറമെ കമേഴ്ഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള റിട്ടേൺസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കിഫ്ബിയുടെ ആദ്യത്തെ ഏറ്റവും വലിയ വായ്പ FACTയുടെ ഭൂമി വാങ്ങുന്നതിന് വേണ്ടി നൽകുന്ന 2000 കോടി രൂപയായിരിക്കും. ആ 2000 കോടി രൂപ ഭൂമി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. നിശ്ചയമായിട്ടും ഭൂമി ഇൻവെസ്റ്റേഴ്സിന് വിൽക്കുമ്പോൾ അതിൽ നിന്നുള്ള റിട്ടേൺ അവർ തിരിച്ചടവും ഉണ്ടാവും. അപ്പം ഇതെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു 15% വരുന്ന കുറവ് നമുക്ക് പ്രശ്നമാവില്ല. ശ്രീ AK ശശീന്ദ്രൻ. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് കേന്ദ്രം നികുതി ചുമത്തുന്നതിലുള്ള വിവേചനത്തോടൊപ്പം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് ഒരേ സമീപനമല്ല സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഉദാഹരണത്തിന് വൈദ്യുതി ബോർഡിന് നൽകുന്ന പെട്രോളിന് നിശ്ചയിക്കുന്ന നികുതിയും കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കൊടുക്കുന്ന നികുതിയും തമ്മിൽ വലിയ അന്തരമാണുള്ളത്. ഈ അന്തരം പുനഃപരിശോധിച്ച് വൈദ്യുതി ബോർഡിന് കൊടുക്കുന്ന നിരക്കിൽ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് പെട്രോളിയത്തിനുള്ള നികുതി നിശ്ചയിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നു. അത് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന ഡീസൽ നിലയങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് തന്നെയില്ല. ഇതില്ലെങ്കിൽ അത് പ്രവർത്തിക്കാൻ പറ്റും. KSRTCയെ സംബന്ധിച്ചോളം സർക്കാർ സുശീൽ ഖന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയിട്ടുള്ളത് KSRTC ഇതില്ലാതെ തന്നെ ലാഭത്തിൽ പ്രവർത്തിപ്പിക്കാമെന്നുള്ളതാണ്. അത് ബന്ധപ്പെട്ട വകുപ്പ് അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ഈ നികുതി ഇളവില്ലാതെ തന്നെ ഈ വർഷം KSRTC ലാഭത്തിലാവും.
ശ്രീ എ എം ആരിഫ്. ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ടല്ല ചോദ്യം. എന്നാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളും അതുപോലെ BSNL വാങ്ങുന്ന സന്ദർഭത്തിലും BSNL ബില്ലുകളിലുമെല്ലാം എഡ്യൂക്കേഷൻ സെസ് ഈടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഈടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ടോ, അത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ടോ, കേരളത്തിന് അത്തരത്തിൽ അങ്ങനെ തുക വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏത് മേഖലയിലാണ് ചെലവഴിക്കുന്നത്, എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്ന് വ്യക്തമാക്കാം. എഡ്യൂക്കേഷൻ സെസ്സിൻ്റെ വിഹിതം കേന്ദ്രാവിഷ്ഠിത പദ്ധതിയായിട്ട് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്ന പോലെ അതിൻ്റെ വിഹിതം കേരളത്തിനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെസ്സുകളൊക്കെ GSTയിൽ ലയിച്ചു പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഭാവിയിൽ ഈ GST എന്നുള്ള വരുമാനത്തിൽ നിന്ന് കേന്ദ്രം ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സ്കീമുകൾക്കുള്ള പണം കണ്ടെത്തേണ്ടി വരും. യെസ്, ചോദ്യം നമ്പർ 182 ശ്രീമതി വീണ ജോർജ്, ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി. സാർ, ഉണ്ട്. 2012-13 സാമ്പത്തിക വർഷത്തിൽ 154,725 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയും 2013-14 176,95 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയും 2014-15 181,44 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയും 2015-16 225,34 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയും ലാഭിക്കാൻ സാധിച്ചു. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനം വഴി കേരളത്തിലെ വൈദ്യുതിയുടെ ആവശ്യകത കുറച്ചു കൊണ്ടുവരുവാനും സാധിച്ചിട്ടുണ്ട്. ഗാർഹിക മേഖലയിൽ ഊർജ്ജ ലാഭം ലക്ഷ്യമിട്ടുകൊണ്ട് EMC നടപ്പിലാക്കുന്ന പരിപാടികളാണ് ഊർജ്ജകിരൺ, ഊർജ്ജ ക്ലിനിക്ക്, എക്സിബിഷനുകൾ, മറ്റ് പൊതുജന ബോധവൽക്കരണ പരിപാടികൾ. കേരളത്തിലെ NGOകളും പൊതുവായനശാലകളും ചേർന്ന് നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയാണ് ഊർജ്ജകിരൺ. EMCയിൽ നിന്നും പരിശീലനം ലഭിച്ച വനിതാ വളണ്ടിയർമാർ, വീട്ടമ്മമാർ നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയാണ് ഊർജ്ജ ക്ലിനിക്ക്. പരിശീലനം ലഭിച്ച വനിതാ വളണ്ടിയർമാർ സ്ത്രീകളുടെ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചും ഭവന സന്ദർശനം നടത്തിയും ക്ലാസുകൾ കൈകാര്യം ചെയ്യുകയും സർവേകളും ലഘുലേഖ വിതരണവും നടത്തി വരുന്നു. സർക്കാർ വകുപ്പുകൾ, വിവിധ സംഘടനകൾ, സ്ഥാപനങ്ങൾ എന്നിവ നടത്തുന്ന എക്സിബിഷനുകളിൽ ഊർജ്ജ സംരക്ഷണ ഉപാധികളുടെ പ്രദർശനവും ക്ലാസുകളും നടത്തിവരുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ EMC നടത്തിവരുന്ന സ്മാർട്ട് എനർജി പ്രോഗ്രാമിലൂടെ വിദ്യാലയങ്ങളിലെയും വീടുകളിലെയും വൈദ്യുതി ലാഭിക്കുന്നുണ്ട്. റെസിഡൻസ് അസോസിയേഷനുകൾ, വിവിധ സ്ഥാപനങ്ങൾ, സർവീസ് സൊസൈറ്റികൾ എന്നിവയുമായി ചേർന്ന് EMC പൊതുജന ബോധവൽക്കരണ പരിപാടികൾ നടത്തിവരുന്നുണ്ട്. കടുത്ത വേനൽ ചൂട് മൂലം വൈദ്യുതി ഉപയോഗത്തിലുണ്ടാകുന്ന വർധനവ് കുറയ്ക്കുന്നതിനു വേണ്ടി എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തോടു കൂടിയ പൊതുജന ബോധവൽക്കരണ പരിപാടികൾ നടത്തിവരുന്നു. പത്രദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ വീടുകളിൽ ഊർജ്ജ സംരക്ഷണ മാർഗങ്ങളടങ്ങിയ സന്ദേശങ്ങൾ പൊതുജന ബോധവൽക്കരണത്തിനായി നൽകി വരുന്നു. 2015-16 സാമ്പത്തിക വർഷത്തിൽ ആരംഭിച്ച ഊർജ്ജകിരൺ പദ്ധതി ഫലപ്രദമായിരുന്നു. ഈ പരിപാടിയുടെ ഭാഗമായി കേരളമൊട്ടാകെ ബോധവൽക്കരണ ക്ലാസുകൾ, റാലികൾ, തെരുവ് നാടകങ്ങൾ എന്നിവ നടത്തി വന്നിരുന്നു. സർക്കാർ സ്ഥാപനങ്ങളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും ഉപഭോഗം കുറയ്ക്കാനായി ഇടപെടൽ നടത്തി വരുന്നു. സംസ്ഥാനത്തെ എല്ലാ വൻകിട ഊർജ ഉപഭോക്താക്കൾക്കും ഊർജ ഓഡിറ്റിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത്തരം വൻകിട ഊർജ ഉപഭോക്താക്കൾക്ക് ഊർജ ഓഡിറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി എനർജി മാനേജ്മെൻറ്റ് പ്രസിഡന്റ് ആഭിമുഖ്യത്തിൽ 38 ഊർജ ഓഡിറ്റ് സ്ഥാപനങ്ങളെ എംപാനൽ ചെയ്തിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ മേഖലയിലെ ഓഫീസുകൾ, IT പാർക്കുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, വാണിജ്യ കെട്ടിടങ്ങൾ എന്നിവയടക്കം 240 സ്ഥാപനങ്ങളിൽ പ്രാഥമിക ഊർജ്ജ കാര്യക്ഷമതാ പഠനം നടത്തിയതിൽ 15 മുതൽ 30 വരെ വൈദ്യുതി 15% മുതൽ 30% വരെ വൈദ്യുതി ലാഭിക്കാമെന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായി പൊതുജന കെട്ടിടങ്ങളെ മാതൃക ഊർജ്ജ കാര്യക്ഷമ കെട്ടിടങ്ങളാക്കുന്നതിന് 30ഓളം സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് ഊർജ്ജ ഓഡിറ്റ് നടത്തി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിലൂടെ ഊർജ്ജ ലാഭം നേടാമെന്ന് കണ്ടെത്തുകയും 8 സ്ഥാപനങ്ങളിൽ റിപ്പോർട്ട് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. താഴെ പറയുന്ന സ്ഥാപനങ്ങളിൽ ഊർജ്ജ കാര്യക്ഷമത കുറഞ്ഞ ലൈറ്റുകളും ഫാനുകളും മാറ്റി ഊർജ്ജ കാര്യക്ഷമത കൂടിയ LED ലൈറ്റുകളും VEE സ്റ്റാർ റേറ്റഡ് ഫാനുകളും സ്ഥാപിച്ചതിനാൽ പ്രതിവർഷം
0.86 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ലാഭിച്ചതായി കണക്കാക്കിയിട്ടുണ്ട്. 1 ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം, 2 കിസാൻ ഭവൻ തിരുവനന്തപുരം, വികാസ് ഭവൻ തിരുവനന്തപുരം, 3 സിവിൽ സ്റ്റേഷൻ കോഴിക്കോട്, 4 സിവിൽ സ്റ്റേഷൻ തൃശ്ശൂർ, 5 സിവിൽ സ്റ്റേഷൻ എറണാകുളം, 6 സിവിൽ സ്റ്റേഷൻ കോട്ടയം, 7 ഹൈക്കോടതി കെട്ടിടം കൊച്ചി, 8 വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ തിരുവനന്തപുരം, 9 മൻമോഹൻ ബംഗ്ലാവ് തിരുവനന്തപുരം എന്നീ സ്ഥാപനങ്ങളാണ്. ശ്രീമതി വീണ ജോർജ്. സർ, കഴിഞ്ഞ സർക്കാരിന്റെ ഭരണകാലത്ത് സോളാർ എന്നാൽ അഴിമതിയുടെ മറുപേരായിരുന്നു. ഇത് ഈ തന്മൂലമുണ്ടായ ദുഷ്പേര് കാരണം സർ, കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ സൗരോർജ്ജ മേഖലയിൽ ഏറെ പിന്നിലായി പോയി. മാത്രമല്ല, സൗരോർജ്ജ പദ്ധതികൾ ഒട്ടും ജനകീയമല്ലാതെയാവുകയും ചെയ്തു. നമുക്ക് ഈ അവസ്ഥ മാറ്റേണ്ടതുണ്ട്. പല വ്യവസ്ഥകളും എതിരുമാണ്. അതായത് സൗരോർജ്ജ പാനലുകൾ വഴി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 5 kVക്ക് മുകളിൽ മാത്രമേ KSEB ഗ്രിഡ് വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലൊരു മാറ്റം ഉണ്ടാകണം. സൗരോർജ്ജ പദ്ധതികൾ ജനകീയമാകണം. അതിനുവേണ്ടി ഒരു സോളാർ നയം നമുക്ക് ആവശ്യമാണ്. അതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ടോ? സോളാർ വൈദ്യുതിയെ സാധ്യമാകുന്ന നിലയിൽ പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സോളാർ പാനലുകൾ വയ്ക്കുന്ന ഉപഭോക്താക്കൾക്ക് കേന്ദ്ര സബ്സിഡിക്ക് പുറമെ 1 കിലോവാട്ടിന് 10,000 രൂപ സംസ്ഥാന സബ്സിഡിയും നൽകുന്നുണ്ട്. കാസർഗോഡ് 200 മെഗാവാട്ടിൻ്റെ സോളാർ പാർക്ക് നിർമ്മിച്ചു വരികയാണ്. സോളാർ പാനലുകൾ വെക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ശ്രദ്ധിക്കാതെ വെച്ചാൽ അത് KSEB ലൈനിൽ കണക്ട് ചെയ്യാൻ പറ്റാതെ വരും. ലൈനിൻ്റെ ശേഷിയുടെ 10% താഴെ മാത്രമേ സോളാർ വെക്കാൻ കഴിയുള്ളൂ. ഇക്കാര്യങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കാനും സോളാർ പാനലുകൾ വെക്കുന്നതിന് ജനങ്ങളെ സഹായിക്കാനും KSEBയിൽ തന്നെ സംവിധാനം ഉണ്ടാക്കാനാണ് ആലോചിക്കുന്നത്. സർ, ഊർജ്ജ ഉപഭോഗം കുറച്ചു കൊണ്ടുവരുവാൻ പഞ്ചായത്തുകൾ തയ്യാറാണ്. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഇരവിപെരൂർ പഞ്ചായത്തൊക്കെ തെരുവിളക്കുകൾ പൂർണ്ണമായിട്ട് LED ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ സർ, ട്രാൻസ്ഫോമറുകളിൽ മീറ്ററുകൾ ഘടിപ്പിക്കാൻ പഞ്ചായത്തുകൾ പണം അടച്ചു വർഷങ്ങളായിട്ടും 2014 പണം അടച്ചവർക്ക് പോലും ഇപ്പോഴും മീറ്റർ ഘടിപ്പിച്ച് നൽകിയിട്ടില്ല. ഇതിലുള്ള കാലതാമസം ഒഴിവാക്കണം. അത് മാത്രമല്ല സർ, ഊർജ്ജ സംരക്ഷണത്തിന്റെ പേരിൽ അനർട്ട് പഞ്ചായത്തുകളിൽ നിന്ന് കുറച്ച് പണം വാങ്ങിയിരുന്നു. CFL ലാമ്പുകൾ അന്ന് CFL ലാമ്പുകൾ കൊടുക്കാമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഈ CFL ലാമ്പുകൾ കൊടുത്തിട്ടില്ല. ഈ തനത് ഫണ്ട് കുറവായിട്ടുള്ള പഞ്ചായത്തുകൾക്ക് ഇത് സംബന്ധിച്ചൊരു കൃത്യമായ തീരുമാനം സർക്കാർ എടുക്കുകയും ഈ ഊർജ്ജ ഉപഭോഗം കുറച്ചു കൊണ്ടുവരുന്ന പഞ്ചായത്തുകൾക്ക് പ്രോത്സാഹനമായി ട്രാൻസ്ഫോമറിൽ മീറ്റർ ഘടിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ത്വരിതവേഗത്തിലാക്കുകയും ചെയ്യാൻ കഴിയുമോ? സ്ട്രീറ്റ് ലൈറ്റിന് മീറ്റർ വെക്കുന്നതിന് കാലതാമസം ഉണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പ്രത്യേക പരിശോധന നടത്തി പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. പഞ്ചായത്തുകളുടെ തെരുവുവിളക്കുകൾക്ക് നവീകരണത്തിന് സംസ്ഥാനാടിസ്ഥാനത്തിൽ ഒരു പദ്ധതി രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ സൗജന്യ നിരക്കിൽ LED അടക്കമുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യാനും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ശ്രീ കെ സുരേഷ് കുറുപ്പ്. സർ, സംസ്ഥാനത്ത് ഇപ്പോൾ ഊർജ ഓഡിറ്റ് ഹൈടെൻഷൻ, എക്സ്ട്രാ ഹൈടെൻഷൻ ഉപഭോക്താക്കൾക്കാണ് നിർബന്ധിതമാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെ ഏകദേശം 25% വൈദ്യുതി ചെറുകിട സംരംഭങ്ങളാണ് ഉപയോഗിക്കുന്നത്. അവർക്കും കൂടി ഊർജ ഓഡിറ്റ് ബാധകമാക്കുമോ? അതേപോലെ കേരളത്തിൽ ഊർജ സംരക്ഷണ ബിൽഡിംഗ് കോഡ് നടപ്പാക്കുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കും. അത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി നിലപാടുകൾ എടുക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ നടപടികൾ ബോർഡ് സ്വീകരിക്കുന്നതാണ്. സാർ, സൗരോർജ്ജ പാനൽ സ്ഥാപിച്ചത് കാരണം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അവർക്ക് ആവശ്യമായ വൈദ്യുതി കഴിച്ചു ബാക്കി അവർ പുറത്തേക്ക് വിൽപ്പന നടത്തുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് സാർ. ഇതുപോലെ തന്നെ ബാരാപ്പോൾ വൈദ്യുത നിലയത്തിലും ഈ സൗരോർജ്ജ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മാർഗം പുതുതായി ഉദ്ഘാടനം ചെയ്ത കണ്ണൂർ വിമാനത്താവളത്തിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് നടപടി സ്വീകരിക്കും. വിമാനത്താവളത്തിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുന്നതിനെ പറ്റി തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തീരുമാനം എടുത്തിട്ടില്ല. മുൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചേ പറയാൻ കഴിയുള്ളൂ.
നെടുമ്പാശ്ശേരിയിൽ സൗരോർജ പാനലുണ്ട്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് നൽകുകയും ഇലക്ട്രിസിറ്റി ബോർഡ് അവർക്ക് പകരം വൈദ്യുതി തിരിച്ചു നൽകുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് നിലവിലുള്ളത്. ശ്രീ ബി സത്യൻ. സാറേ, അങ്ങ് മുൻകൈയെടുത്ത സംസ്ഥാനത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് സാർ. സാർ, ഇവിടെ ഒരു കാലത്ത് കാണാത്ത ഒരു മികവ് വൈദ്യുതി ബോർഡ് ഈ കാഴ്ചവെച്ചിട്ടുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ വിശ്വാസത്തിലെടുത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, ജനകീയ സ്ഥാപനങ്ങളും വൈദ്യുതി ബോർഡ് വെറും ഒരു ബോർഡായി, പണ്ട് വെള്ളാനയായിരുന്നതാണ് ഈ വൈദ്യുതി ബോർഡ്, അതിനെ ജനകീയവൽക്കരിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളുമായി അടുപ്പിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഊർജ്ജ കാര്യക്ഷമതാ പ്രവർത്തനങ്ങൾ, അതിൽ തന്നെ പറയുന്നു സാർ, ഊർജ്ജ കാര്യക്ഷമതയുടെ ഭാഗമായി പൊതു കെട്ടിടങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള മാതൃകാ ഊർജ്ജ കാര്യക്ഷമതാ കെട്ടിടങ്ങൾ എന്ന നിലയിൽ അങ്ങ് മാറ്റിയിട്ടുണ്ട് സാർ. സാർ, അത് താഴെത്തട്ടിൽ വരെ നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വരെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാൻ ജനകീയമായി ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കൂടുതൽ കരുത്തോടുകൂടി മുമ്പോട്ട് പോകാൻ അങ്ങ് മുൻകൈ എടുക്കുമോ സാർ? KSE ബോർഡ് എന്ന് പറയുമ്പം അതിനൊരു സംഘടിത രൂപമുണ്ട്, അടിമുടി അതിനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഇത് വികേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഇതിന് അധികാരം നൽകുക എന്നൊക്കെ പറഞ്ഞാൽ അത് സംബന്ധിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. തന്നെയല്ല, അത് പ്രായോഗികമാകുമോ എന്ന കാര്യം വളരെ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീ എം സ്വരാജ്. കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ LDF ഗവൺമെൻറ്റാണ് കേരളത്തെ പ്രകാശപൂരിതമാക്കുന്ന ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചതും വലിയൊരളവോളം മുൻപോട്ട് പോയതും. അതിനുശേഷം വന്ന UDF ഗവൺമെൻറ് അതിന് തുടർച്ചയായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായില്ല. ഇത് എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാതിരുന്നത് എന്ന് അങ്ങേക്കറിയാമോ? എന്ന് നമുക്ക് സമ്പൂർണ്ണമായിട്ട് വൈദ്യുതീകരണം പൂർത്തിയാക്കിയതായി പ്രഖ്യാപിക്കാൻ കഴിയും? ഇപ്പോഴുള്ള റവന്യൂ ഗ്യാപ്പ് എത്രയാണ്? ഇത് പരിഹരിക്കാൻ നമുക്ക് എന്ത് നടപടിയാണ് സ്വീകരിക്കാനാവുക? കഴിഞ്ഞ LDF ഗവൺമെൻറ് സോളാർ പരിപാടി വിപുലീകരിച്ച് നടത്താൻ പ്ലാൻ ചെയ്തെങ്കിലും കഴിഞ്ഞ UDF ഗവൺമെൻറ് അത് നടപ്പിലാക്കിയില്ല. അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെല്ലാം കേരളം ഏറെ ചർച്ച ചെയ്തതാണ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് പ്രതിസന്ധിയിലായിട്ടുണ്ട്. പക്ഷേ അത് തിരുത്തി ഇനി ഈ ഗവൺമെൻറ്റിന് സോളാർ പാനൽ സ്ഥാപിക്കൽ വിപുലമാക്കി പോകാനുള്ള സാധ്യത പരിശോധിക്കുന്നതാണ്. ഇപ്പം തന്നെ നമുക്ക് പരിപാടിയുണ്ട്. സമ്പൂർണ്ണ വൈദ്യുതീകരണ പരിപാടി ഇതിൻ്റെ ഭാഗമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചോദിക്കുന്നില്ല, പിന്നെന്തിനാ വേണം? അതേപോലെ വിളവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അനുഭവത്തിൽ നിന്ന് പറയാണ്, ആ തരത്തിലുള്ള ഒരു പരിപാടിക്ക് ഇലക്ട്രിസിറ്റി വകുപ്പ് കൃഷി വകുപ്പുമായി ചേർന്ന് തയ്യാറാവും. അതിൻ്റെ സാങ്കേതികമായ എല്ലാ വശങ്ങളും സംബന്ധിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. പ്രായോഗികമാണെങ്കിൽ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാവുന്നതാണ്. ശ്രീ മുരളി പെരുന്നല്ലി. വൻതോതിൽ വൈദ്യുതി ആവശ്യമായി വരുന്നൊരു മേഖലയാണ് തൃശ്ശൂർ, അതുപോലെ കുട്ടനാട്, പൊന്നാനി തുടങ്ങിയ കോൾ മേഖലയിലെ മോട്ടോറുകൾ പ്രവർത്തിക്കുന്ന മേഖല. 50 HP അടക്കമുള്ള 100 കണക്കിന് മോട്ടോറുകൾ പ്രവർത്തിക്കുന്ന ഈ മേഖലയിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിച്ച വലിയ മെച്ചമുണ്ടാകും. അങ്ങയുടെ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറുടെ മണ്ഡലത്തിൽ തന്നെ ഒരു പാടശേഖരത്തിൽ ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം എൻ്റെ പാടശേഖരം അടക്കമുള്ള തൃശ്ശൂർ ജില്ലയിലെ 4 പാടശേഖരങ്ങളിൽ പരീക്ഷണ പൈലറ്റ് പ്രൊജക്റ്റ് അവിടെ നടപ്പാവുന്നുണ്ട്. എൻ്റെ പാടശേഖരം അടക്കമുള്ള 4 പാടശേഖരങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ഇത് റെയ്ഡ്കോ ബന്ധപ്പെട്ട് ഒരു പരിശോധനയും അത് സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികളും നടന്നു വരികയാണ്. അപ്പോൾ ഇത് വ്യാപകമായി എല്ലാ പാടശേഖരങ്ങളിലും നടപ്പാക്കാൻ ആവശ്യമായ സംവിധാനം എടുത്താൽ വൻതോതിൽ നമുക്ക് ഊർജ്ജം ലാഭിക്കാൻ കഴിയും. അതിനുള്ള നടപടികൾ